നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8, 2026 ഞായർ. അങ്ങനെ നാളെ മുതൽ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും എന്നുള്ളത് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. കഴിഞ്ഞ വീക്കെൻഡില് വെസ്റ്റ് ഏഷ്യയിൽ ഉടലെടുത്ത പുതിയ പ്രശ്നങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിലിന്റെ വിലയുണ്ടായ അതിശക്തമായ ഉയർച്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ അതിശക്തമായ സെല്ലിംഗ് മൂലവും കഴിഞ്ഞ ആഴ്ചയിലെ 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിന് 3% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം വീക്കിലി ബേസിസിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. വെള്ളിയാഴ്ചയും മാർക്കറ്റിന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ ഈ ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ US, ഇസ്രായേൽ, ഇറാൻ വാർ തന്നെയായിരിക്കും ഈ ആഴ്ചയിലും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മുകളിൽ ഇറാന്റെ ഭാഗത്ത് നിന്നും ആക്രമണം തുടർന്നെങ്കിലും തുടർന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാന്റെ ഭാഗത്ത് നിന്നും GCC രാഷ്ട്രങ്ങളെ ഇനി മുതൽ തങ്ങൾ ആക്രമിക്കുകയില്ലെന്നുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായി തന്നെ പുറത്തു വരികയുമുണ്ടായി. എന്നാൽ ഇതിനുശേഷവും ഇറാന്റെ ഭാഗത്ത് നിന്നും ആക്രമണം അതിശക്തമാക്കുന്ന കാഴ്ചയാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. കാരണം പ്രസിഡന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഇറാൻ മിലിറ്ററി തള്ളുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇന്നലെ വീണ്ടും എസ്പെഷ്യലി UAE-യിലേക്കൊക്കെ മറീന ടവറിലേക്കൊക്കെ രാത്രിയോടുകൂടി ആക്രമണം നടക്കുകയുമുണ്ടായി. മാത്രമല്ല ഇറാന്റെ ഭാഗത്ത് നിന്നും GCC രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം വീണ്ടും ശക്തിയാർജിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതേപോലെ തന്നെ അതേസമയം US-ൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇറാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും അതിരൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകളെ തുടർന്ന് ഇന്നലെ ഉച്ചതിരിഞ്ഞ് ലോകത്താകമാനം വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് അയവ് വരുമെന്നുള്ള പ്രതീക്ഷകൾ വന്നെങ്കിലും തുടർന്ന് ഇന്നലെ രാത്രി ഉണ്ടായ ഇരു കൂട്ടരുടെ ഭാഗത്തു നിന്നുള്ള നടപടികളെ തുടർന്ന് വീണ്ടും ആ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നും തുടർന്ന് ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിലും വെസ്റ്റ് ഏഷ്യയിൽ ഉടലെടുക്കുന്ന ഡെവലപ്മെന്റ്സുകൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ശക്തമായ രീതിയിൽ തന്നെ സ്വാധീനിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ കണ്ടിരുന്നു ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് വന്നപ്പോൾ ഉച്ചതിരിഞ്ഞ് 2:45 നിഫ്റ്റിയിലൊക്കെ അതിശക്തമായ ഉയർച്ചയാണ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അനുഭവപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും എസ്പെഷ്യലി ട്രേഡേഴ്സ് ഒക്കെ ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ കെയർഫുൾ ആകേണ്ടതായിട്ടുമുണ്ട്. കാരണം നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പെട്ടെന്നൊരു ന്യൂസ് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ വളരെ വലിയ രീതിയിൽ തന്നെ ട്രിഗർ ചെയ്തേക്കാം. കഴിഞ്ഞ ദിവസം US-ൽ നിന്നും ഫെബ്രുവരി മാസത്തെ ജോബ് ഡാറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് US-ലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റുകൾക്കും തുടർന്ന് യൂറോപ്യൻ മാർക്കറ്റ്സിനും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് തന്നെ ജനുവരിയിലെ റോബസ്റ്റ് ആയിട്ട് വന്ന ജോബ് ഡേറ്റയെ തുടർന്ന് ഫെബ്രുവരിയിലെ ജോബ് ഡേറ്റയിലും അതിശക്തമായ പ്രതീക്ഷയായിരുന്നു നിക്ഷേപകർ മാർക്കറ്റ് വെച്ച് പുലർത്തിയിരുന്നത്. ആയതിനാൽ തന്നെ US-ൽ നിന്നും കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യപ്പെട്ട വീക്കായിട്ടുള്ള ജോബ് ഡേറ്റയുടെ പ്രതിഫലനങ്ങളും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ നാളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് 24,300 എന്ന ലെവൽ അതിശക്തമായ സപ്പോർട്ട് ലെവലായിട്ട് പ്രവർത്തിക്കുകയുണ്ടായി. കാരണം ഈ ലെവലായിരുന്നു ഓഗസ്റ്റ് മാസത്തെ നിഫ്റ്റിയിലെ ലോയും. എങ്കിൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും വ്യാപാരം തുടർന്ന ഗിഫ്റ്റ് നിഫ്റ്റി 24,300 എന്ന ലെവലിനടുത്തായിട്ടാണ് ശനിയാഴ്ച വെളുപ്പിനെ 2:45 വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ 24,300 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലാണ്. മാത്രമല്ല അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 24,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് ആണെങ്കിൽ കൂടിയിട്ടും 23,800 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ ആയതിനാൽ തന്നെ ഈ ലെവൽ ഈ വരുന്ന ആഴ്ചയിൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള നിഫ്റ്റിയുടെ താഴേക്കുള്ള പ്രയാണം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അതേസമയം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,900 തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്നീ റേഞ്ചുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. ആയതിനാൽ തന്നെ 25,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ തുടർന്ന് പുതിയ ഉയരങ്ങളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. കഴിഞ്ഞ തിങ്കളാഴ്ച വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് വ്യാപാരം ആരംഭിച്ചപ്പോൾ പോലും തുടർന്നുള്ള ദിവസങ്ങളിൽ പോലും കാണാത്ത ഉയർച്ചയാണ് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും
വിലയിൽ അനുഭവപ്പെടുകയും ഉണ്ടായത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 8.73%, ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 12.67% ഉയർച്ചയും രേഖപ്പെടുത്തി. ഇതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെ വില $92.87 പെർ ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $91.27 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ എല്ലാ മാർക്കറ്റുകളിലും ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ വീണ്ടും ഉയർച്ച തുടരുകയോ അല്ലെങ്കിൽ ഇടിവ് സംഭവിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലനം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ സാരമായ രീതിയിൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും സ്വാധീനിക്കും. തുടർച്ചയായി ഒരു വർഷത്തിലേറെ കാലമായി ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അതിശക്തമായ സെല്ലിംഗ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ തുടർന്നപ്പോഴും കാണാത്ത തോതിലുള്ള സെല്ലിംഗ് ആണ് ഈ മാസം, അതായത് മാർച്ച് മാസം ആരംഭിച്ചപ്പോൾ മുതൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ മാർക്കറ്റിനെ നേരിടേണ്ടതായിട്ടും വരുന്നത്. പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയെ ഡയറക്റ്റ് ആയിട്ട് അത് ബാധിച്ചില്ലെങ്കിൽ കൂടിയിട്ടും കഴിഞ്ഞ ആഴ്ചയിലെ 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് 21,831 കോടി രൂപയ്ക്ക് മുകളിൽ ക്യാഷ് മാർക്കറ്റിൽ നിന്നും അവർ വിറ്റിറങ്ങുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ച വീണ്ടും $ഡോളറിനെതിരെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളിൽ തുടർന്നുണ്ടായ ഇമ്പാക്ടിനെ തുടർന്ന് 92 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ലോ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വന്നു. പിന്നീട് നേരിയ തോതിലാണെങ്കിലും റിക്കവർ നടത്തുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും വീക്കിലി ബേസിസിലും നഷ്ടത്തോടുകൂടി തന്നെയാണ് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഗണ്യമായ ഉയർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് നാളെ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകാൻ വേണ്ടി പോകുന്ന വ്യതിചലനങ്ങളും സസൂക്ഷ്മം നോക്കി കാണേണ്ടതായിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിന്നും ഈ വരുന്ന ആഴ്ചയിൽ ആകെ പ്രധാനമായും ഒരു ഇവന്റ് ആണ് നിലനിൽക്കുന്നത്. അത് വ്യാഴാഴ്ച 12-ാം തീയതി നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ റിസൾട്ട് ആണ്. എന്നാൽ അതേസമയം ഈ ആഴ്ചയിൽ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ നിറഞ്ഞ ഒരാഴ്ചയിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നതും. എസ്പെഷ്യലി യുഎസിൽ നിന്നും ചൊവ്വാഴ്ച വൈകുന്നേരം 7:30 ഫെബ്രുവരി മാസത്തെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡാറ്റയുടെയും തുടർന്ന് ബുധനാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി ഫെബ്രുവരി മാസത്തെ തന്നെ ഇൻഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ തുടങ്ങിയവയുടെ റിസൾട്ടും പിന്നീട് വ്യാഴാഴ്ച 12-ാം തീയതി 6 മണിയോടുകൂടി തന്നെ വൈകുന്നേരം ജനുവരി മാസത്തെ ഹൗസിംഗ് സ്റ്റാർട്സിന്റെയും ബിൽഡിംഗ് പെർമിറ്റ്സിന്റെയും തുടർന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടുകൂടി ജനുവരി മാസത്തെ തന്നെ ഡ്യൂറബിൾ ഗുഡ്സിന്റെയും കോർ PCE പ്രൈസ് ഇൻഡെക്സ്, പേഴ്സണൽ ഇൻകം, പേഴ്സണൽ സ്പെൻഡിംഗ്, GDP ഗ്രോത്ത് റേറ്റ് കൂടാതെ GDP ഗ്രോത്ത് റേറ്റ് ഡാറ്റകളുടെ റിലീസും നടക്കാനിരിക്കുന്ന ഒരാഴ്ചയിലേക്കാണ് നമ്മൾ കടക്കാൻ വേണ്ടി പോകുന്നതും. ഇതിനു പുറമെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകളും കാത്തിരിക്കുന്ന ഒരാഴ്ച തന്നെയാണിത്. സമയത്തിന്റെ ദൈർഘ്യം മൂലം ഓരോന്നും പ്രത്യേകമായി തന്നെ എടുത്തു പറയുന്നില്ല. അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും മെൻഷൻ ചെയ്യാം. എസ്പെഷ്യലി യുഎസിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ഡാറ്റകൾ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ ഈ ഡാറ്റകളുടെ റിസൾട്ടും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളുടെ മുകളിൽ ഉണ്ടാകാൻ പോകുന്ന ഡെവലപ്മെന്റ്സുകൾ തന്നെയായിരിക്കും മാർക്കറ്റിന്റെ ഗതി അത് മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും പ്രധാനമായും നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നതും. ഇതിനെല്ലാം പുറമെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച 25%-ലേറെയും ബുധനാഴ്ച 23%-ലേറെയും ഉയർച്ചയോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് വ്യാഴാഴ്ച 13% കൂൾ ഓഫ് നടത്തിയെങ്കിൽ കൂടിയിട്ടും വെള്ളിയാഴ്ച വീണ്ടും ഇന്ത്യ വിക്സ് ഹീറ്റപ്പ് ആവുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. തൽഫലമായി കഴിഞ്ഞ ആഴ്ചയിലെ 4 ട്രേഡിംഗ് സെഷന് കൊണ്ട് മാത്രം ഏകദേശം 44%-ലേറെ ഉയർച്ച ഇന്ത്യ വിക്സിൽ രേഖപ്പെടുത്തുകയും ഉണ്ടായി. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യ വിക്സും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ത്യ വിക്സ് നിലവിൽ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ മാർക്കറ്റിൽ ഹൈ വോൾട്ടാലിറ്റിയും ഒരുപക്ഷെ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് 1085 കോടി രൂപയുടെ ബാങ്ക് വായ്പ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അതിന്റെ മുൻ ഡയറക്ടർമാരായ ശ്രീ അനിൽ അംബാനിക്കും മഞ്ചേരി, അശോക് കാക്കർ എന്നിവർക്കെതിരായും മാത്രമല്ല അജ്ഞാതരായ മറ്റുള്ളവർക്കെതിരായിട്ടും CBI പുതിയ കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്ന് 26.7 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി.
ടിജാരിയ പോളി പൈപ്സ് കമ്പനിക്കെതിരെ ബാങ്ക് ഓഫ് ഇന്ത്യ ജയ്പൂരിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൽ നിന്ന് കേസ് ഫയൽ ചെയ്തു. ഇതിന് പ്രകാരം നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ ബെഞ്ചിന് മുൻപാകെ 2026 മാർച്ച് 13 വാദം കേൾക്കുകയും ചെയ്യും. ഡയമണ്ട് പവർ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ Q3 ഏർണിംഗ്സുകൾ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കമ്പനിയുടെ റവന്യൂവില് 54% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സില് 692% വളർച്ചയും രേഖപ്പെടുത്തി. AU സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ നിന്ന് യൂണിവേഴ്സൽ ബാങ്കിലേക്ക് മാറുന്നത് RBIയുടെ തത്വത്തിലുള്ള അംഗീകാരം ബാങ്കിന് ലഭിക്കുകയുണ്ടായി. ഗോ ഡിജിറ്റൽ ജനറൽ ഇൻഷുറൻസ് ചെന്നൈയിലെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 155 കോടി രൂപയുടെ GST ഡിമാൻഡ് നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു. കൂടാതെ 15 കോടി രൂപയുടെ പിഴയും ലഭിക്കുകയുണ്ടായി. ഓമാക്സി ഫരീദാബാദിലെ പ്രൊജക്ടിൽ നിന്നും 173 വീടുകളുടെ വിൽപ്പന വഴി 800 കോടി രൂപ കമ്പനി സമാഹരിക്കുകയുണ്ടായി. ഏവർക്കും ശുഭ സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.